ബിസിനസ്സിന് വേണ്ടി പച്ച മാംസം കച്ചവടം ചെയ്യുന്നവരായിട്ട് ഇവിടെ മീഡിയ മാറിയിട്ടുണ്ട്. ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, പ്രത്യേകിച്ച് മീഡിയയിലുള്ള ആൾക്കാർ. എന്നാലും പറയണമെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായി. ആ തീപിടുത്തത്തിൽ കുറേ മനുഷ്യർ മരണപ്പെട്ടു പോയി. അതിനകത്ത് മലയാളികളുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുണ്ട്, മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാർ മരണപ്പെട്ടു പോകും. പലരും ഉറക്കത്തിനിടയിലാണ് വിഷപ്പൊക്കെ ശ്വസിച്ച് മരിച്ചു പോയത്. ചിലരൊക്കെ രക്ഷപ്പെടുന്നതിൻ്റെ ഇടയ്ക്ക് മരണപ്പെട്ടു പോയി. ഇത്തരത്തിലുള്ള വാർത്തകളും വീഡിയോകളും ഒക്കെ പലപ്പോഴും നമ്മൾ കണ്ടു. പക്ഷെ നമ്മുടെ കേരളത്തിലെ മീഡിയ ഈ മരണത്തെ ഉപയോഗിച്ചത് ബിസിനസ്സിന് വേണ്ടിയാണ്, TRP ഉയർത്താൻ വേണ്ടിയാണ്. കുറച്ചുകൂടെ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മാംസം ഉപയോഗിച്ച് പണം ഉണ്ടാക്കുന്ന രീതിയിലാണ് കേരളത്തിലെ മീഡിയ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ഈ മരണപ്പെട്ടു പോയവരുമായി ബന്ധപ്പെട്ട് ഒന്നും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു ഫോട്ടോ പോലും. കാരണം ഈ ഒരു വീഡിയോ ചിലപ്പോൾ ആ മരണപ്പെട്ടു പോയവരുടെ ഏതെങ്കിലും ഒരു ബന്ധു കണ്ടേക്കാം. അവർക്ക് ആ ഒരു സമയത്ത് പോലും വേദന ഉണ്ടാകരുത് എന്ന് തോന്നലുള്ളത് കൊണ്ടാണ് ഒരാളെ പറ്റി ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ചിത്രവും ഞാൻ ഈ വീഡിയോക്കകത്ത് ഉപയോഗിക്കാത്തത്. ഞാൻ ശ്രദ്ധിച്ച കുറച്ച് കാര്യമുണ്ട്. നമ്മുടെ മീഡിയ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ ഇടയ്ക്ക് മരണപ്പെട്ടു പോയ വ്യക്തിയുടെ അച്ഛൻ്റെ അടുത്ത് ക്യാമറയും മൈക്കുമായിട്ട് ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്? ആ വ്യക്തിയിൽ നിന്ന് എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? സ്വന്തം മകൻ മരണപ്പെട്ട് ജീവിതത്തിൽ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടമല്ലാത്ത ഒരു സമയത്ത് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും ദുരിതം പിടിച്ച നാശം പിടിച്ച ഒരു സമയത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ പോയി നിങ്ങൾ മൈക്ക് നീട്ടി എന്താണ് പ്രതീക്ഷിക്കുന്നത്? മരണപ്പെട്ടു പോയവരുടെ പലരുടെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഇവർ റിപ്പോർട്ടർമാർ വീഡിയോ എടുക്കുകയാണ്, എക്സ്പീരിയൻസ് വയ്ക്കുകയാണ്. എന്ത് എക്സ്പീരിയൻസാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അയാളുടെ ജീവിതത്തിൽ ഏറ്റവും നശിച്ച സമയത്തേക്കാണ്, അയാളുടെ വ്യക്തി ജീവിതത്തിൽ അയാൾക്ക് നഷ്ടപ്പെടുന്ന അയാളുടെ മകനാണ്. അതിൻ്റെ ബുദ്ധിമുട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് നിങ്ങൾ വരണം. ഈ മൈക്കുമായിട്ട് നിൽക്കുന്നൊരു വ്യക്തി സംസാരിക്കാൻ പറ്റുമോ? പലപ്പോഴും കണ്ടിട്ടുണ്ട് മീഡിയക്കാർ എവിടെയെങ്കിലും ഒരു മരണം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ക്യാമറയായിട്ട് ഇല്ല, എന്നിട്ട് ചോദിക്കുക, മൈക്കിങ് നീട്ട്, എന്താ അവർ പറയേണ്ടത്? പ്രത്യേകിച്ച് മരണപ്പെട്ടു പോയ വ്യക്തിയുടെ അച്ഛൻ എന്താണ് നിങ്ങളോട് സംസാരിക്കേണ്ടത്? ഇവിടെ പ്രമുഖരായിട്ടുള്ള പല മീഡിയയും പല അവതാരകരും ഇരുന്നിട്ട് സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് ചോദിക്കണം, എന്താണ് അവിടെ നടക്കുന്നത് പറയൂ. എന്നിട്ട് ചോദിക്കുന്ന രീതിയുണ്ട്. പുറകിലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ശോകം കയറ്റും, എന്നിട്ട് സൗണ്ട് ഒന്ന് താഴ്ത്തിയിട്ട് എന്താണ് അവിടെ പറയുന്നത്, എന്തുവാ ഈ ഇങ്ങനെ ചോദിക്കുന്നതിനുള്ള യഥാർത്ഥത്തിൽ അവിടെ പോയി കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന കലാപരിപാടി എന്തിന്? മറ്റൊരു വീഡിയോ ഞാൻ കണ്ടത് കുവൈറ്റിൽ, ഈ മരണം സംഭവിച്ച കുവൈറ്റിൽ ആ ബിൽഡിങ്ങിലാണ് ഒരു പയ്യൻ താമസിച്ചത്. ആ പയ്യൻ മരണപ്പെട്ടു പോയി. ആ വ്യക്തിയുടെ സഹോദരി കുവൈറ്റിൽ കുറച്ച് അകലെ താമസിക്കുന്നുണ്ടായിരുന്നു. ആ സഹോദരിയുടെ ഇൻ്റർവ്യൂ എടുക്കുന്നു ഒരാൾ പോയിട്ട് ഒരു കാറിൽ. ആ മരണപ്പെട്ടു പോയയാളുടെ പെങ്ങളിരിക്കുകയാണ്, 24 മണിക്കൂർ തികഞ്ഞിട്ടില്ല. അവർ വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ്. അവിടെ മൈക്കിങ് ക്യാമറയായിട്ട് പോയിട്ട് സംസാരിക്കുക. വരുമായിരുന്നു, വീട്ടിൽ വരുമായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു സ്വഭാവം. അവർ സംസാരിക്കുന്നിടയ്ക്ക് അവർ കരയാണ്. അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. സംസാരിക്കാൻ പറ്റാതെ അവരുടെ അടുത്ത് പോയിട്ട് റിപ്പോർട്ടർ ചോദിക്കുകയാണ്, അനിയൻ എങ്ങനെയായിരുന്നു? അനിയൻ വീട്ടിലേക്ക് വരുമായിരുന്നു? അനിയൻ അവസാനം കണ്ടെന്നാണ്? അനിയൻ ഇഷ്ടങ്ങൾ എന്താണ്? എന്തിനു വേണ്ടി? മറ്റ് ഒരു പരിപാടി എന്ന് വെച്ചാൽ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകർ ഫ്ലോറിൽ നിൽക്കും, മുഖത്ത് ശോകമായിരിക്കും കാണിക്കുന്നത്. എന്നിട്ട് ഈ മീഡിയക്കാരെ, ഇതിൻ്റെ റിപ്പോർട്ടർമാരുണ്ടല്ലോ, ഓരോ മരണ വീട്ടിലും വിടുക. നമ്മളുടെ ക്രിക്കറ്റുകൾ കാണാൻ നേരത്തെ കമൻട്രി പറയുന്നതുകൊണ്ട് ഓരോ മരണ വീടിന് മുമ്പിൽ പോയിട്ട് ഇവർ ചിലച്ചുകൊണ്ടിരിക്കുക. ഈ നാട്ടുകാരോട് ചോദിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു പയ്യൻ? ബന്ധുക്കൾ വരാൻ നേരത്തെ എങ്ങനെ ഉണ്ടായിരുന്നു പയ്യൻ? എന്താ ഇവിടെ വിവാഹാലോചന വല്ലതും നടക്കുന്നുണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പം മരണത്തെ മാർക്കറ്റ് ചെയ്ത് കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന പരിപാടിയാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ മീഡിയക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. ഇത്ര അന്തസ്സില്ലാത്ത പരിപാടിയല്ലേ? മീഡിയക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെയാണ് പറയുന്നത് വെറും അന്തസ്സില്ലാത്ത പരിപാടിയാണ് കാണിക്കുന്നത്. സത്യത്തിൽ നിങ്ങൾക്കൊക്കെ മൂക്കേറിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് അഴിച്ചു വിട്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. മീഡിയക്കാരാണെന്നെങ്കിൽ എന്ത് തോന്നിയ ദിവസം കാണിക്കാം, എന്ത് വൃത്തികേടും കാണിക്കാം, എവിടെയും കയറി ചെന്ന് ആരുടെ ഇമോഷൻ വിലയില്ലാത്ത രീതിയിൽ മൈക്കും കുത്തിക്കയറ്റിക്കൊണ്ട് ചെല്ലാം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കൊച്ചു കുട്ടിയെ കാണാതെ പോയിട്ടുണ്ടായിരുന്നു കേരളത്തിൽ. വലിയ വാർത്തയായിരുന്നു. മീഡിയയുടെ പ്രസക്തിയൊന്നും ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ആ വാർത്തയിൽ അത്യാവശ്യം ആൾക്കാരിലേക്ക് അറിഞ്ഞ് നിങ്ങൾ കാരണമാണ്, ഇല്ലെന്നൊന്നും പറയത്തില്ല. പക്ഷേ അതിനകത്തൊരു കോൾ വരാൻ നേരത്ത് ഒരാളുടെ പ്രൈവസിയിലേക്ക് കടന്നു കയറി ആ അമ്മ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ മൈക്ക് ഇങ്ങനെ അല്ല സ്പീക്കറിൻ്റെ അടുത്തേക്ക് വെച്ചിരിക്കുക, എന്തിനാ നമുക്ക് കേൾക്കാൻ വേണ്ടി. അപ്പോൾ ലൈവ് പോയിക്കൊണ്ടിരിക്കുക, എന്താ പറയുന്നത്, എന്താ അവിടെ സംഭവിക്കുന്നത് എന്നെല്ലാം ലൈവ് ഇട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ വെറും ബിസിനസ്സിന് വേണ്ടി പച്ച മാംസം കച്ചവടം ചെയ്യുന്നവരായിട്ട് ഇവിടെ മീഡിയ മാറിയിട്ടുണ്ട്. ഇന്നലെ നിങ്ങൾ വിഷ്വൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പച്ച മാംസം TRPക്ക് വേണ്ടി ഇവിടെ കച്ചവടം ചെയ്യുന്ന രീതിയിലാണ് മീഡിയ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്.
ഇത് മാറ്റണമെന്ന് മരണപ്പെട്ടു പോയ ആടെ അച്ഛനോട് ഒരു 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് എന്ത് ഷോക്കിൽ നിൽക്കുന്ന സ്വന്തം മകൻ നഷ്ടപ്പെട്ട് ഷോക്ക് എന്ത് സംസാരിക്കണമെന്ന് പോലും അറിയാൻ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് മൈക്കുമായിട്ട് ചെന്നിട്ട് ചോദിക്കുക, ഇങ്ങനെ ചോദിക്കുക, എന്തിന് നാണം കെട്ട ഏർപ്പാടെന്നല്ല എന്താ പറയാൻ.